നമസ്കാരം. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളുടെയും കേസ് എടുക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരുടെയും കേസ് എങ്ങനെയാണ് വരിക? പഠിക്കുന്നു, ഒരു നല്ല ജോലിയിൽ എത്തുന്നു, പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് സന്തോഷമായും അല്ലാതെയും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു, ജോലി മാറ്റിവെക്കുന്നു, കുടുംബവുമായി ഇഴുകിച്ചേരുന്നു, അതുമായി ആ ഒരു രീതിയിൽ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് കാണാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംരംഭത്തിലോട്ടും ജോലിയിലേക്കൊക്കെ വരുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ സുഖമായ ഒരു ജോലിയിലോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കുന്നു, ഇനി എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്ന് തിരിച്ചറിയുന്നു, അതനുസരിച്ച് സംരംഭകത്വം തന്നെയാണ് എൻ്റെ കർമ്മമണ്ഡലം എന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് മുന്നോട്ട് വരുന്നു, സ്വന്തമായി ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു, ഏറ്റവും ഭംഗിയായി തന്നെ അതിന്റെ ലോഞ്ച് നടത്തുന്നു. അത്രയും മഹനീയമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയുമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട ആസിയ മാമുമായിട്ടാണ് ഇന്നത്തെ സംസാരം. മാം, വെൽക്കം ടു ദിസ് ഇന്റർവ്യൂ. മാമിന്റെ ഒരു കാര്യങ്ങളൊക്കെ എന്നോട് ഒന്ന് പറയാമോ? എങ്ങനെയുണ്ടായിരുന്നു പ്രോഡക്റ്റ് ലോഞ്ച്? എന്ത് പ്രൊഡക്റ്റ് ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ആ കാര്യങ്ങളൊന്ന് നമുക്ക് വേണ്ടി പങ്കുവയ്ക്കാം. പ്രോഡക്റ്റ് ലോഞ്ച് വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും എന്താ പറയുക, ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്റെ ബ്രാൻഡിന്റെ നെയിം ഫാർമിയോ എന്നാണ്. ഈ പ്രോഡക്ട്സ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത് മില്ലറ്റ് കുക്കീസ് ആണ്. അത് എസ്പെഷ്യലി ജോവർ അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയും. ആ സ്വർഗത്തിന്റെ മില്ലറ്റ് കുക്കീസ് ആണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത്. 5 ഡിഫറെന്റ് ഫ്ലേവേഴ്സിലാണ് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. പിന്നെ ഇന്നലെയായിരുന്നു പ്രോഡക്റ്റ് ലോഞ്ച്, ക്യുസാറ്റിൽ വെച്ചിട്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു ബ്രാൻഡിന് ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ. അതിൽ വിത്തിൻ 1 month ഓഫ് ഗെറ്റിംഗ് ഇൻ ടു ദിസ് പ്രോഡക്റ്റ്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം സംരംഭക എന്നുള്ള ഒരു ഇതിലിരിക്കുന്നതിന്റെ മുന്നേ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ഒരു എംപ്ലോയി ആയി സേഫ് ആയിട്ട് നമ്മളെല്ലാവരും ചെയ്തിരുന്നത് പോലെയുള്ള ഒരു കാലഘട്ടം. അപ്പം എങ്ങനെയാണ് ആ ഒരു കാലഘട്ടം, എങ്ങനെയാണ് ഈ ഒരു സംരംഭകത്വത്തിലേക്ക് എത്തുന്നത്? ആക്ച്വലി പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പോൾ ഓൺടർപ്രണർഷിപ്പിലേക്ക് വന്ന ശേഷം ഐ ഫീൽ വെരി ആക്റ്റീവ്. നമ്മൾ ജോബിലുണ്ടാകുമ്പോൾ 9 to 5 ജോബ്, അത് പോവും വരും, നാച്ചുറലി അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്. ബട്ട് ഇപ്പോഴാണ് ശരിക്കും വി ഹാവ് ദ ടാലന്റ്, ഐ ക്യാൻ ഡു എനിത്തിങ് ഒരു കണ്ടീഷൻ വന്നത്. ജോബിലുണ്ടായിരുന്നു, മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് ജോബ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് ഓഫ് ലൈഫ് വന്നപ്പം ജോബ് റിസൈൻ ചെയ്തു, വീട്ടിലിരുന്നു, കുട്ടികൾ കാര്യങ്ങൾ അങ്ങനെ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഐ വോണ്ട് ടു ഡു സംതിങ്. അപ്പോൾ എനിക്ക് ഓൺടർപ്രണർഷിപ്പ് അങ്ങനെ ചെയ്യണം, ബിസിനസ് ചെയ്യണം, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് പിന്നെ മില്ലറ്റ്സിനെ പറ്റി അറൌണ്ട് 2022 മുതൽ മില്ലറ്റ്സിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു 1 year മില്ലറ്റ്സിന്റെ കംപ്ലീറ്റ് റിസർച്ചും ഓൾമോസ്റ്റ് ഇന്റർനാഷണൽ നാഷണൽ ലെവലിൽ റിസർച്ച് പഠിച്ചു കാര്യങ്ങൾ. അങ്ങനെയാണ് മില്ലറ്റ്സ് തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. അതിൽ മില്ലറ്റ്സ് കുക്കീസ് തന്നെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് അങ്ങനെയാണ് എന്റെ പ്രോഡക്റ്റ് ഞാൻ ഇറക്കിയത്. എന്തുകൊണ്ടാണ് മില്ലറ്റ്സ് എന്നുള്ള, ഇപ്പൊ നമുക്ക് ഒരുപാട് ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ട് കുക്കീസ് ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ടാണ് കുക്കി എന്നുള്ളതിലേക്ക് എത്തുന്നത്? ഒന്നാമത്തത്. രണ്ടാമത്തത്, എന്തുകൊണ്ട് മില്ലറ്റ്സ് എന്നുള്ളത് തന്നെ ചൂസ് ചെയ്യാനുണ്ടായ? കുക്കീസ് ആക്ച്വലി എനിക്ക് മില്ലറ്റ്സ് യൂസ് ചെയ്ത് പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കണം എന്നായിരുന്നു എന്റെ സ്റ്റാർട്ടിങ്ങിൽ. ബിക്കോസ് മില്ലറ്റ്സിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും മില്ലറ്റ്സിന്റെ ഡിമാൻഡും എല്ലാം പഠിച്ചപ്പോൾ ഇത്രയും നല്ലൊരു സാധനം അറിയാണ്ട് പോകുന്നുണ്ടല്ലോ, ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെയാണ് ഞാൻ IISRൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ IISRൽ പോയപ്പോഴാണ് അവിടെ മില്ലറ്റ്സ് കുക്കീസിന് അവർ പ്രൊമോട്ട് ചെയ്തത്. IISR വേണം എനിക്ക് മില്ലറ്റ്സ് കുക്കീസ് പ്രൊഡക്റ്റ് ആക്കാം എന്നൊരു എനിക്ക് ധാരണയിലെത്തിയത്. അപ്പൊ അവിടുത്തെ ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ മില്ലറ്റ്സ് കുക്കീസിലേക്ക് നമ്മൾ വന്നത്. ഇപ്പൊ പറഞ്ഞില്ല 5 ഫ്ലേവറിലാണ് ഇറക്കുന്നത് എന്നുള്ളത്. ഏതൊക്കെ ഫ്ലേവറിലാണ് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്? അത് മാത്രമല്ല, ആരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ളത്? മെയിൻ നമ്മൾ 5 ഫ്ലേവേഴ്സ് ഇപ്പം നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. പെപ്പർ ഫ്ലേവർ, കാർഡമം ഫ്ലേവർ. ഈ 2 ഫ്ലേവർ വളരെ ഡിഫറെന്റ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ നോർമലി കാണുന്ന ഫ്ലേവേഴ്സ് ഒന്നും അല്ല ഇത്, ബട്ട് ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. പിന്നെ കുട്ടികൾക്ക് മെയിൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂസിന്റെ ഉണ്ട്, പിന്നെ ഫ്രൂട്ടി മിക്സഡ് ബെറീസിന്റെ ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്. കുട്ടികളാണ് വൺ ഓഫ് ദി മെയിൻ, കുട്ടികളും ഏജ്ഡ് പീപ്പിളും. പിന്നെ ഹെൽത്തി ഫോക്കസ് ചെയ്യുന്നവർക്കൊക്കെ ഈ മില്ലറ്റ് പ്രോഡക്ട്സ് എനിക്ക് തോന്നുന്നു ദേ വിൽ ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. പിന്നെ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഫ്ലേവേഴ്സ് ഒക്കെ, ആൻഡ് ദേ ആർ എൻജോയിങ് ഇറ്റ്. അപ്പൊ കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറലി ദിയർ പാരന്റ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യാറ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എന്തായാലും പ്രോഡക്റ്റ് ലോഞ്ച് ആയി അത് വളരെ ഭംഗിയായിട്ട് ദൈവകൃപ കൊണ്ട് അത് നമ്മുടെ എല്ലാവരുടെ മുന്നിലേക്ക് എത്തി. അപ്പൊ ഇനി എങ്ങനെയാണ് ഇതിനെ ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു സെല്ലിംഗ് പ്രോസസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അതിനെ കുറിച്ചൊന്ന്, മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് ആസ്പെക്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. മാർക്കറ്റിംഗ് ഞങ്ങളിപ്പം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഇൻസ്റ്റാ പേജ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. ആസ് ഫാർ ആസ് ഐ സി ഇങ്ങനത്തെ പ്രോഡക്ട്സ് സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ കസ്റ്റമർ റീച്ച് കിട്ടുന്നത്. സോഷ്യൽ മീഡിയ റീൽസ് പോസ്റ്റുകൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അതിന്റെ റീച്ചും റിസൾട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം മാം എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ് ഒക്കെ ഇപ്പം നടക്കുന്നത്, അതിനെ കുറിച്ചൊന്ന്. ഞാൻ ഇപ്പം IISR ഇൻക്യുബേഷൻ ആണ്. അപ്പം ഞാൻ അവിടെയാണ് എന്റെ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം ഫ്യൂച്ചറിൽ ഞാനൊരു ഫാക്ടറി സെറ്റ് ചെയ്ത് അതിലേക്ക് മാറണം എന്നാണ് എനിക്ക്. ഓക്കെ, ഇപ്പം തനിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതോ ഏതെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സിസ്റ്റം എങ്ങനെയാണ്? ആ ഒരു ബൾക്ക് പ്രൊഡക്ഷൻ ആകുമ്പോൾ ഞങ്ങൾ എന്തായാലും സ്റ്റാഫിനെ വെച്ച്, പിന്നെ മെഷീനറീസ് എല്ലാം ഉണ്ട്, കുക്കീസ് ഉണ്ട്. അപ്പം ബൾക്ക് പ്രൊഡക്ഷൻ സ്റ്റാഫും സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളും കൂടിയിട്ടാണ് ചെയ്യുന്നത് അണ്ടർ ഹൈജീനിക് കണ്ടീഷൻസ്. ഓക്കെ, ഇപ്പം പറഞ്ഞില്ല, ഇപ്പം ഒരുപാട് പേര് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് പലതരത്തിലുള്ള വെറൈറ്റി പ്രോഡക്റ്റുകളായിട്ട് വരുന്നുണ്ടല്ലേ. എന്തുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മാമിൽ നിന്ന് തന്നെ വാങ്ങിക്കണം? എങ്ങനെയാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റുകളിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വ്യത്യസ്തമാകുന്നത്? എന്ത് തരത്തിലുള്ള ഡിഫറൻസിയേഷൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് കൊണ്ടുവന്നിട്ട്? ഫസ്റ്റ് മെയിൻ തിങ് ഇസ് ടേസ്റ്റ്. അവൈലബിൾ പ്രോഡക്ട്സിനെക്കാട്ടും I can guarantee our cookies are different. അതാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മില്ലറ്റ്സ് കുക്കീസിലും ഒരു വേറെ തന്നെ ടേസ്റ്റ് ആണ്. ബട്ട് ദിസ് ഇസ് ഡിഫറെന്റ് ബിക്കോസ് ഇത് കണ്ടിന്യൂസ് റിസർച്ച് R&D ചെയ്ത് എടുത്ത പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിനൊരു ടേസ്റ്റ് മെയിൻ ഫോക്കസിംഗ് ആണ്. പിന്നെ ക്വാളിറ്റി, പിന്നെ നമ്മൾ വി ട്രൈ ടു മെയിൻറ്റെയിൻ ദ സെയിം ക്വാളിറ്റി ഓൾ റൗണ്ട് ദ ഇയർ. അപ്പൊ ഞാൻ ചില ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്, അവർ തന്നെ വീട്ടില് ഈ ഒരു ഇതിന്റെ റോ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് അവർ തന്നെ ചെയ്ത് അങ്ങനെയുള്ള പ്രോഡക്റ്റ് മാത്രമാണ് അതാണ് അവർ ഉപയോഗിക്കുന്നത് റോ മെറ്റീരിയൽ ആയിട്ട് എന്നൊക്കെ ഉള്ളത്. എങ്ങനെയാണ് മാം ഇതിനെ പ്ലാൻ ചെയ്യുന്നത്? സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണോ, അതോ അല്ലാതെ ഇപ്പൊ ക്വാളിറ്റി മെയിൻ്റെനൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു റോ മെറ്റീരിയൽ പർച്ചേസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്? ഒരു ഫാക്ടറി രൂപത്തിലോട്ട് മാറ്റുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിന്റെ സപ്ലൈ ചെയിൻ, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്ലാനിങ്ങിൽ എങ്ങനെയാണ് വരുന്നത്? റോ മെറ്റീരിയൽസ് നമ്മളിപ്പോൾ ഒരു ഫാക്ടറി ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ റോ മെറ്റീരിയൽസ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ എന്തായാലും നടക്കില്ല. അപ്പൊ നമ്മൾ ഒരേ ഒരു സ്ഥലത്തുനിന്ന് അതും ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്തുനിന്ന് ക്വാളിറ്റി വൈസ് സെയിം ഒരു സ്റ്റാൻഡേർഡ്സിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. ആ ഒരു പ്ലാനാണ്. ഇനിയിപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടല്ലോ ഈ ഒരു പ്രോഡക്റ്റിന്. എങ്ങനെ ഞാൻ ഈ കോമ്പറ്റീറ്റേഴ്സിനെ എല്ലാം ഇടിച്ചിടും എന്നാണ് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കോമ്പറ്റീഷനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്? ഇറ്റ്സ് എ ടഫ് തിങ് അറിയാം, നല്ലോണം ഇറ്റ്സ് എ ടഫ് മാർക്കറ്റ് ആണ്. ബട്ട് ഐ നോ ഐ ക്യാൻ ഡു ഇറ്റ്. മെയിൻ മാർക്കറ്റിംഗ് നമ്മൾ സ്ട്രോങ് ആക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഈ രണ്ടും മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ഐ ഫീൽ ദാറ്റ് I can succeed. ഓക്കെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എനിക്ക് സംസാരിക്കുമ്പോൾ അറിയാം, വളരെ എന്താ പറയാ കോൺഫിഡൻസ് ഉള്ള ആർജവമുള്ള ഒരു ലേഡിയുമായിട്ടാണ് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വ്യക്തിക്കല്ലേ അറിയുള്ളൂ ഞാൻ ഒരു വീട്ടമ്മയായിരുന്ന കാലഘട്ടം, ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, ഒരു സംരംഭകയായ കാലഘട്ടത്തിൽ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ മാമിനെ സംബന്ധിച്ച് ഉണ്ടായ ഏറ്റവും വലിയൊരു മാറ്റം എന്താണ്? ഒരു സംരംഭകത്വത്തിലേക്ക് എത്തിയ സമയത്ത് ഇനി എന്നിൽ ഉണ്ടാകേണ്ട മാറ്റം എന്താണെന്നാണ് വിശ്വസിക്കുന്നത്? എന്ത് മാറ്റം ഉണ്ടായി, ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ എന്നിൽ വരുത്തണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഏറ്റവും നല്ല മാറ്റം എനിക്ക് തോന്നിയത് പബ്ലിക് സ്പീക്കിംഗ് ആണ്. എനിക്ക് ജോബിലുണ്ടാകുമ്പോൾ 9 to 5 ജോബ്, യൂഷ്വലി ജോബ് ചെയ്യും, വീട്ടിൽ വരും, ഒരു റൂട്ടീനായിരുന്നു. ബട്ട് ഇപ്പോഴാണ് ശരിക്കും ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് നല്ലോണം ഡെവലപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ എന്നിൽ ഇത്ര കഴിവുകളുണ്ട്, മാർക്കറ്റിംഗ് എല്ലാ നമ്മുടെ സെഗ്മെന്റ്സും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാർക്കറ്റിംഗ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും സെയിൽസ് ചാനൽ എവറിത്തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വന്നു. ഈ ഒരു സംരംഭകയായതിനു ശേഷം ഉണ്ടായ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് മൊമെന്റ് എന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് നടന്നു ക്യുസാറ്റിൽ വെച്ചിട്ട്. അത് ഏറ്റവും നല്ലൊരു ഓണ്ടർപ്രണേഴ്സിന് ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എന്റെ പ്രോഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഇതിനൊരു 1 or 2 വീക്സേ ആയിട്ടുള്ളൂ. ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ നമുക്ക് ഇത്ര വലിയൊരു ചാൻസ് കിട്ടി, അത് ഏറ്റവും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. പിന്നെ എന്റെ പ്രോഡക്റ്റ് ലോഞ്ചിന്റെ ഒരു ഫ്യൂ വീക്സ് ബിഫോർ ഞാൻ പ്രോഡക്റ്റ് ജസ്റ്റ് സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഒരു സ്കെയിൽ ഓഫ് കോൺക്ലേവ് പറഞ്ഞ പെരിന്തൽമണ്ണ ഒരു D2C വില്ലേജിൽ ഒരു കോൺക്ലേവ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തു, പങ്കെടുത്തു, അതിൽ ഫൈനൽസിലേക്ക് സെലക്റ്റഡ് ആയി. ഐ ഗോട്ട് 3rd പ്രൈസ് ഇൻ ദാറ്റ്. അത് ഞങ്ങൾക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ബിക്കോസ് അത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ അത്ര വലിയ ഓഡിയൻസിന് മുന്നിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ബ്രാൻഡ് ഗോട്ട് ഫേമസ് ബിക്കോസ് ഓഫ് ദാറ്റ്.
ഇനി ഇപ്പൊ പറയുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ് ഈ ഒരു കാര്യത്തിലേക്ക് വരാനായിട്ട് ഉണ്ടായിട്ടുള്ളത്? ആ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചുകൂടി പറയേണ്ടതായിട്ട് ഉണ്ടല്ലോ അല്ലെ? അത് എന്താണ് ഏറ്റവും വലിയ പ്രചോദനം? ഹസ്ബൻഡ് ആൻഡ് ഫാമിലി ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾ ഈ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്നതിന്. ഓക്കെ. ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, ജോലിയൊക്കെ ചെയ്ത് ഇപ്പം ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ കഴിവുകൾ ഒരുപാട് ഉള്ളിലുണ്ട്, അതിനെപ്പറ്റി തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അവർക്ക് മാമിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഒരു അഡ്വൈസ് എന്തായിരിക്കും? അവനവന്റെ കഴിവുകൾ അവനവനെ തിരിച്ചറിയുക. ആരും നമുക്ക് പറഞ്ഞു തരില്ല നിനക്ക് ആ കഴിവുണ്ട്, യു ക്യാൻ ഡു ദാറ്റ്, യു ക്യാൻ ഡു ദിസ്. നമ്മുടെ കഴിവ് നമുക്ക് തന്നെ തിരിച്ചറിയണം. നമുക്ക് നമ്മുടെ മേലെ കോൺഫിഡൻസ് വരണം. ആ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്തിപ്പെടാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഒരു ഇപ്പം ഒരു ബിസിനസ് ആക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫണ്ടിങ് പോസിബിലിറ്റിനെ ഒക്കെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കണം ഞാൻ ഇതിന് ഫണ്ട് കണ്ടെത്തേണ്ടത്? ഒരു വലിയ സ്കെയിലിൽ പോകുന്ന സമയത്ത് സസ്റ്റൈനബിൾ ആകണം എന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഫണ്ടിങ്ങിനെ ഒക്കെ കുറിച്ച് എങ്ങനെയാണ് ഒരു ഓൾമോസ്റ്റ് സ്കീംസ് ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും പ്രൊഡക്ഷൻ യൂണിറ്റ് എനിക്ക് സെറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പം ഫണ്ടിങ്ങും അതനുസരിച്ച് ഗവൺമെന്റ് സ്കീംസിന് ത്രൂ ആണ് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. എന്റെ സ്വപ്നമാണ് ഇന്നത്തെ ഈ ഒരു സംരംഭക ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു ഒരു സംരംഭകയും പോലെ ഒരു എനിക്ക് ഇന്നതാകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കില്ല. അത് എന്താണ്? എന്റെ ഈ പ്രോഡക്റ്റ് എനിക്കൊരു റെക്കഗ്നൈസബിൾ പ്രോഡക്റ്റ് ആക്കി മാറ്റണം, അത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കണം. എന്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണത്. ഓക്കെ. ഇപ്പം എല്ലാ ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്? ഡിഫറെന്റ് പ്രോഡക്ട്സ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. മില്ലറ്റ്സിന്റെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് അല്ലെങ്കിൽ അറൌണ്ട് ഒരു 8 or more ഫ്ലേവേഴ്സ് ആണ് R&D നടക്കുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ജാംസ് ഞാൻ R&D ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നോർമൽ അവൈലബിൾ ജാംസ് അല്ല, നമ്മുടെ നാട്ടിൽ ആൾക്കാർ വേസ്റ്റ് ചെയ്ത് കളയുന്ന നമ്മുടെ നോർമൽ ബനാനാസിന്റെ ജാംസ് ഉണ്ട്, പിന്നെ ബീറ്റ്റൂട്ടിന്റെ ജാം. അപ്പൊ ഓൾറെഡി അതിന്റെ R&D നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഇനി ഒരു ഫ്യൂച്ചറിൽ അതൊക്കെയാണോ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്? അപ്പം ഈ ഒരു എന്താ പറയാ, ഇത്രയും വരെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എന്തുമാത്രം പ്രചോദനം ആകാവുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ കൂടെ ഉള്ളത് എന്നുള്ളത്. കാരണം ഏത് സാഹചര്യങ്ങളിലും ഞാൻ എന്ത് പറ്റിയാലും ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിരിക്കും, ഞാൻ മുന്നോട്ട് വരുമെന്ന് പറയുന്ന ഒരുപാട് സ്ത്രീകള് നമുക്ക് മുന്നിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കും അതൊരു വലിയ പ്രചോദനമാണ്. അപ്പം എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടായി ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രോഡക്റ്റ് ലോകം തന്നെ കീഴടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.